നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഫാൻറ്റസിയിലൂടെ പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ചോയ്സിലൂടെ പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ ആയിരുന്നു, ചോയ്സ് ആയിരുന്നു എന്ന് കാർഡ് പറയുന്നു. ഇവിടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തി സാധ്യതകളെ കണ്ടുകൊണ്ട്, ഓപ്ഷനെ കണ്ടുകൊണ്ടാണ് പോയിട്ടുള്ളത് എന്നാണ് കാർഡ് പറയുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജിയാണ് സെക്കൻഡ് കാർഡ് പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നു, ആ ഒരു സാഹചര്യത്തിലായിരുന്നു, ആ ഒരു ഡാർക്ക് എനർജിയിലായിരുന്നു. അവിടെ നിന്നും നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചറിവ് വന്നുകൊണ്ട് റിലീസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡബിൾ കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു മോചനത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ബ്രേക്ക് ദി ചെയിൻ എന്നാണ് പറയുന്നത്. ചങ്ങലകൾ പൊട്ടുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാം, നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നാണ് മൂന്നാമത്തെ കാർഡ് പറയുന്നത്. കിങ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജിയാണ്. ലോജിക് റൂൾസ് ആൻഡ് ലോസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ക്ലിയർ തിങ്കിങ്ങിനെ അവരിപ്പോൾ തിരിച്ചറിയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയാണ്, നിങ്ങളുടെ സ്നേഹത്തെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ സത്യം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് അവരുടെ ചിന്തകളെയാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എന്നാണ്. ഇവിടെ കറേജ് വീണ്ടെടുത്തുകൊണ്ട് ഒരു വൈസ് ലീഡറെ പോലെ തീരുമാനമെടുക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ശരിയെന്ന് അവർ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് ആ ഒരു അനുഭവത്തെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത്, ആ ഒരു വ്യക്തിയിൽ നിന്ന്, അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് മോശം അനുഭവം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. തിരിച്ചറിവ് വന്നുകൊണ്ട് ആ ചങ്ങലകളെ ഭേദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കറേജ് വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനം പലപ്പോഴായിട്ട് എടുത്തിട്ട് പോലും അവർക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഇന്നവർ നിങ്ങളിലേക്ക് വരുവാൻ ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിങ് മാത്രമാണ് ഇവിടെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്.